ജീവിതത്തിലേക്കും വെളിച്ചമായി കടന്നു വന്നത് ഇസ്ലാമായിരുന്നു. ആ വെളിച്ചത്തെക്കുറിച്ച് നമ്മുടെ ഇരുട്ടിൽ നമ്മൾക്ക് എങ്ങനെയാണ് അത് വെളിച്ചമായി പ്രസരിക്കുന്നത്? നമ്മുടെ ഓരോ കാൽ വഴിയിലും നമ്മൾക്കത് വെളിച്ചമായി തീരുന്നുണ്ടോ? നമ്മുടെ വഴികളിൽ ഓരോന്നിലും അത് വെളിച്ചമായി കടന്നു വരുന്നുണ്ടോ? ഇതാണ് ചോദ്യം. മക്കയിൽ ഒരാൾ ജീവിച്ചിരുന്നു. അയാളുടെ പേര് ഉമർ എന്ന് മാത്രമായിരുന്നില്ല, അയാളുടെ പേര് ഖത്താബിന്റെ മകൻ ഉമർ എന്നായിരുന്നു. ഖത്താബിന്റെ മകൻ ഉമർ എന്ന് കേട്ടാൽ മക്ക മുഴുവനും പേടിച്ചു പറക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഉമറിന്റെ പഴയ ദൈവവിശ്വാസത്തെക്കുറിച്ച് ഉമർ തന്നെ പറയുന്നുണ്ട്. ഉമർ മനോഹരമായി വിഗ്രഹങ്ങൾ ഉണ്ടാക്കും. നല്ലൊരു ശില്പിയായിരുന്നു ഉമർ. ആ ഉമർ മധുരം കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കും. മധുരം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഒരുപാട് നേരം ഉമർ ആ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കും. ഒരുപാട് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉമറിന് വിശക്കാൻ തുടങ്ങും. പിന്നെ ആ വിഗ്രഹം എടുത്തിട്ട് ഉമർ ഭക്ഷിക്കും. ഇതായിരുന്നു ഉമറിന്റെ ദൈവവിശ്വാസം. വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി കരഞ്ഞിരുന്ന ആ ഉമർ അതേ കൈകൾ കൊണ്ട് ആ വിഗ്രഹങ്ങളെ തച്ചുടച്ച ഒരു ചരിത്രമാണ് ഉമറിന്റെ ചരിത്രം. നിസ്സാരമായൊരു ചരിത്രമായിരുന്നില്ല. ഈമാൻ എന്ന അനുഭവം ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതത്തിൽ എത്രയാണ് ആഴമേറിയ സ്വാധീനം ചെലുത്തേണ്ടത്, അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമായിരുന്നു ഉമർ. പാതിരാവിൽ ഉമർ ഇറങ്ങി നടക്കും റളിയല്ലാഹു അൻഹു. ഖലീഫയായിരുന്ന കാലത്ത് പോലും പാതിരാവിൽ ഇറങ്ങി നടക്കുമ്പോൾ, ഒരു ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്തായ അസ്ലമിന്റെ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു ചെറിയ ഇത്തിരി വട്ടം കാണുന്നുണ്ട്. അദ്ദേഹം ആ വെളിച്ചം കണ്ടിടത്തേക്ക് ചെന്നു. സലാം പറഞ്ഞു. ഒരു ചെറിയ കുടിലാണ്. സലാം പറഞ്ഞപ്പോൾ സലാം അടക്കിയത് ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ണ് മറച്ചിട്ടുണ്ട്. ഉമറിന് മനസ്സിലായി അവർ കരയുകയാണ്. ഉമർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അവര് പറഞ്ഞു, എന്റെ മക്കൾ കരയുന്നത് കൊണ്ട് കരയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് മക്കൾ കരയുന്നത്? അപ്പൊ അവര് പറഞ്ഞു, വിശപ്പ് കൊണ്ടാണ്. മടിച്ചവര് പറഞ്ഞു, വിശപ്പ് കൊണ്ടാണ്. ആ നാടിന്റെ ഖലീഫ, ആ നാടിന്റെ ഭരണാധികാരി വീട്ടിലേക്ക് തന്നെ തിരിച്ചു നടന്നു. ഒരു ചെറിയ ചാക്ക് നിറയെ ആട്ടപ്പൊടി നിറച്ചിട്ട് അത് സ്വന്തം തോളിലേറ്റിയിട്ട് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് തന്നെ, കിലോമീറ്ററുകൾ നീളമുള്ള വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, കുറച്ചു നേരം അടുക്കളയിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിന്ന് തരണം എന്ന് പറഞ്ഞു. ആ സ്ത്രീ അടുക്കളയിൽ നിന്ന് മാറി നിന്ന് കൊടുത്തു. ആ നാടിന്റെ ഭരണാധികാരി, പേർഷ്യയും റോമും ഉമർ എന്ന് കേട്ടാൽ നട്ടെല്ല് പറക്കുന്ന ഒരു കാലത്ത് ആ നാടിന്റെ ഭരണാധികാരിയാണ് സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ അടുക്കളയിൽ കയറിയിട്ട് ആ സ്ത്രീക്കും ആ സ്ത്രീയുടെ കുഞ്ഞുമക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. പത്തിരി ചുട്ട്, ചപ്പാത്തി ചുട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിയും വിളമ്പിയിട്ട് ആ ഉമ്മയെയും കുഞ്ഞുമക്കളെയും വയറ് നിറയെ അത് തീറ്റിച്ച് ആ വീട്ടിൽ നിന്ന് സലാം പറഞ്ഞിറങ്ങുമ്പോൾ ആ നാടിന്റെ ഭരണാധികാരി ആ ഉമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്തു തരണം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ചെയ്തു തന്ന കാര്യമുണ്ടല്ലോ, അത് നിങ്ങൾ ഒരാളോടും പറയരുത്. എനിക്കത് പൊരുത്തമില്ല. ഞാൻ ചെയ്യുന്ന ഒരു നല്ല അമല് പരസ്യമാകുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഒരാളോടും നിങ്ങൾ പറയരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്വകാര്യമായിരുന്ന നിങ്ങളുടെ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പാവപ്പെട്ടവന് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. അതിനു മാത്രം തെറ്റുകൾ, പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയവനാണ് ഞാൻ എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഉമർ പടിയിറങ്ങുമ്പോൾ ആ ഉമ്മ, ആ സഹോദരി ഉമറിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഈ നാടിന്റെ ഭരണാധികാരികളാകേണ്ടത് എന്ന്. ആ നാടിന്റെ ഭരണാധികാരി തന്നെയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ആ സഹോദരി അപ്പോൾ അറിഞ്ഞിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭരണാധികാരിയുടെ വീട്ടിൽ നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് വരുമ്പോ അവിടെ ഞാൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രം പറഞ്ഞ് പരിചയപ്പെടുത്താൻ നിൽക്കാതെ ഉമർ അടുത്ത സാധുവിനെ തേടി തിരിച്ചു നടന്നു. ഇതാണ് ഉമർ. ആ നാടിന്റെ ഭരണാധികാരിയായിരുന്നു അത്. നമ്മൾക്കത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ആകാശത്തിന്റെ മുകളിലും ഭൂമിയുടെ അടിയിലും അഴിമതി നടക്കുന്ന ഒരു കാലമാണ്. ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ പാർലമെന്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെ അഴിമതിയിൽ കുളിച്ചു നടക്കുന്ന ഒരു കാലമാണ്. 42 കോടി മനുഷ്യർ പട്ടിണി കിടക്കുന്ന രാജ്യത്ത് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് 2 ലക്ഷത്തോളം രൂപ കടക്കാരനായിട്ട് ആണ്. ആരാണ് രാജ്യത്തിന്റെ വിഭവങ്ങൾ മുഴുവനും തിന്നുമുടിച്ചത്? ഭരണാധികാരികളും അവരെ ചുറ്റിപ്പറ്റി നടന്ന ആളുകളുമാണ്, അല്ലേ? ആകാശത്തിന്റെ മുകളിലാണല്ലോ 2G സ്പെക്ട്രം എന്ന് പറയുന്നത്. ഭൂമിയുടെ അടിയിലാണല്ലോ ഖനനം എന്ന് പറയുന്നത്. 2G സ്പെക്ട്രത്തിന്റെ പേരിലാണ് 2 മന്ത്രിമാർ പുറത്തായത്, കുറെ ആളുകൾ തീഹാർ ജയിലിൽ കഴിയുന്നത്. കള്ള ഖനനത്തിന്റെ പേരിലാണ് കർണാടകയിൽ ഒരു മുഖ്യമന്ത്രി പുറത്തായത്. ഭൂമിയുടെ അടിയിലും ആകാശത്തിന്റെ മുകളിലും അഴിമതി.
ഇവിടെയാണ് ഇസ്ലാമിന്റെ ഭരണാധികാരികൾ ഉയർന്നു നിൽക്കുന്നത്. ഇന്നും ഒരു ഭരണാധികാരി ഉണ്ടല്ലോ ഇറാനില്, അഹമ്മദി നജാദി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭരണാധികാരിയായി പ്രതിജ്ഞയെടുക്കുമ്പോൾ എന്റെ രാജ്യത്ത് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകന്റെ ശമ്പളം മാത്രമേ എനിക്ക് തരാൻ പാടുള്ളൂ എന്ന്. രാജാവിന്റെ കൊട്ടാരങ്ങൾ, പ്രസിഡന്റിന്റെ അധികാരങ്ങൾ, പ്രസിഡന്റിന്റെ മണിമാളികകൾ, ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ എന്റെ വീട്ടിൽ താമസിക്കുമെന്ന് പറഞ്ഞൊരു ഭരണാധികാരി ഇറാനിൽ ജീവിക്കുന്നുണ്ട്. ആദർശപരമായി വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ഒരേ ചോരയാണത്. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ് നമ്മൾ പറഞ്ഞത്. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആരോ വന്ന് പറഞ്ഞു, മദീനയുടെ ഏതോ ഉൾഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ ജീവിക്കുന്നുണ്ട്, അവർക്ക് ഭർത്താവില്ല, മക്കളില്ല, സഹോദരന്മാരില്ല, ആരുമില്ല, അവരെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. ഉമർ ആ നിമിഷം തീരുമാനിച്ചു അടുത്ത ദിവസം ആ ഉമ്മയുടെ വീട്ടിലെത്തണമെന്ന്. അങ്ങനെ ഉച്ചനേരത്ത് ഉമർ ആ വൃദ്ധയായ ഉമ്മയുടെ വീട്ടിലെത്തിയപ്പോഴേക്ക് ആ ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ചെയ്തിട്ട് ആരോ പോയിട്ടുണ്ട്. ഉമറിന് പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. പിറ്റേ ദിവസം അതിലേറെ നേരത്തെ അവിടെ എത്തി, അപ്പോഴും അതാരോ ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം സുബ്ഹിനാണ് വന്നത്, അപ്പോഴും അതാരോ ചെയ്തു പോയിട്ടുണ്ട്. പിറ്റേ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു സുബ്ഹിന്റെയും കുറെ മുമ്പ് ആ വീട്ടിലേക്ക് വന്നപ്പോൾ അയാൾ വന്നിട്ടില്ല. സാധാരണ വന്ന് തിരിച്ചു പോകുന്ന ആൾ അവിടെ വന്നിട്ടില്ല. ഉമർ അവിടെ പതിഞ്ഞിരുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട്. ഉമർ സൂക്ഷിച്ചു നോക്കി, ഉമറിന് ആളെ മനസ്സിലായില്ല, ഇരുട്ടത്താണ് നടന്നു വരുന്നത്. അടുത്തെത്തിയപ്പോ ഉമറിന് ആളെ മനസ്സിലായി. ഉമർ ചെന്ന് കെട്ടിപ്പുണർന്നിട്ട് അയാളോട് പറഞ്ഞു, അബൂബക്കർ, നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും എന്നെ ഈ വിഷയത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ആ നാടിന്റെ ഭരണാധികാരിയായിരുന്നു. വിശ്വാസം, ഈമാൻ എന്ന ഒരു അനുഭവം ഒരു മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്, അല്ലെങ്കിൽ കുറെ മനുഷ്യരെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്, അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണിത്. ജീവിതത്തിന്റെ സകല വശങ്ങളിലും ആ ഈമാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ തളച്ചു മറിഞ്ഞിരുന്നു. സൂറത്തിൽ വാഖിയ ആദ്യമായി കേട്ട ഉമർ തലമിന്നി വീണുപോയി എന്നാണ് ചരിത്രം. ഉമറിന് ബോധക്ഷയം വന്നുപോയി. അങ്ങാടിയിലൂടെ വെറുതെ നടക്കുമ്പോൾ പോലും ഉമറിന്റെ ചുണ്ടിൽ സൂറത്തുൽ വാഖിയയുടെ വചനങ്ങളായിരുന്നു. ആ വചനങ്ങൾ കേട്ട ഉമർ 3 ആഴ്ചയാണ് പനിച്ചു കിടന്നത് എന്നാണ് ചരിത്രം. കരഞ്ഞ് 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 ഉമറിന്റെ മുഖത്ത് കണ്ണുനീര് കൊണ്ട് ഒരു വെളുത്ത പാട് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. ഉമറിന്റെ മോതിരക്കല്ലിൽ കൊത്തിവെച്ചിരുന്ന റസൂലുള്ളാഹിയുടെ ഒരു വചനമുണ്ട്, കഫാ ബിൽ മൗതി വാഇലൻ യാ ഉമർ. എന്തിനാണ് ഉമറെ കുറെ പ്രസംഗങ്ങൾ, എന്തിനാണ് ഉമറെ കുറെ ഉപദേശങ്ങൾ? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ പോരെ ഉമറെ, മരണം തന്നെ ഒരു വലിയ ഉപദേശകനല്ലേ എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ വചനം ഉമർ റളിയല്ലാഹു അൻഹു മോതിരക്കല്ലിൽ കൊത്തിവെച്ചിരുന്നു അത്രേ, എപ്പോഴും അതൊന്ന് ഓർക്കാൻ. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് എന്ന വചനമിറങ്ങിയ സമയത്ത് ഓരോ കുട്ടിയും, കുടിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടിയും നാളെ പരലോകത്ത് ചോദിക്കപ്പെടും, എന്തൊരു തെറ്റിന്റെ പേരിലാണ് മോളെ നിന്നെ കുഴിച്ചു മൂടിയത് എന്ന്. തീർച്ചയായും അങ്ങനെ കുഴിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടിയോടും അള്ളാഹു ചോദിക്കുമെന്ന വചനമിറങ്ങിയപ്പോൾ റസൂലുള്ളാഹിയുടെ സദസ്സിൽ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. ആ ഒരാള് കരഞ്ഞിട്ട് ഓടിപ്പോവുകയാണ്, പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. സഹാബികളെല്ലാം തിരിഞ്ഞു നോക്കുന്നു, റസൂലുള്ളാഹി അയാളുടെ പിന്നാലെ ഓടുന്നു. ഉമറായിരുന്നു അത്, ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. റസൂലുള്ളാഹി ചോദിച്ചു, എന്തിനാണ് ഉമർ ഇങ്ങനെ കരയുന്നത്, എന്തിനാണ് ഉമർ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞാൻ എന്തിനാണ് കരയുന്നത് എന്ന കാരണമെങ്ങാനും റസൂലുള്ളാഹിയോട് പറഞ്ഞാൽ റസൂൽ എന്നെ വധിക്കുവാൻ വിധിക്കും റസൂലേ, എന്നെ കൊന്നുകളയും റസൂലേ, അത്രമാത്രം വലിയ പാതകം ചെയ്ത ഒരാളാണ് ഞാൻ എന്നാണ് പറഞ്ഞത്. നമ്മൾ കേട്ടിട്ടുണ്ട് അറബികൾക്കുണ്ടായിരുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ച്. അവരൊരു പെൺകുട്ടി ജനിച്ചാൽ കുഴിച്ചു മൂടും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ശരിയല്ല, എല്ലാ അറബികളും അങ്ങനെ ചെയ്തിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രമായ അദീയ് ഗോത്രം മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എല്ലാ പെൺകുട്ടികളെയും കുഴിച്ചു മൂടാറില്ല. ഒന്നാമത്തെ പെൺകുട്ടിയെ ജീവിപ്പിക്കുകയും പിന്നെയുള്ള പെൺകുട്ടികളൊക്കെ കുഴിച്ചു മൂടുകയും ചെയ്യും. ആ ഗോത്രത്തിലെ വളരെ പ്രമുഖനായ ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അദ്ദേഹം പറയുകയാണ്, റസൂലേ, എനിക്കൊരു പെൺകുഞ്ഞുണ്ടായി, രണ്ടാമത്തെ എന്റെ പെൺകുഞ്ഞാണത്. ആ പെൺകുഞ്ഞിന്റെ മുഖം എന്റെ ഉമ്മയുടെ അതേ മുഖമായിരുന്നു റസൂലേ. എനിക്കവളെ കുഴിച്ചു മൂടാൻ കഴിഞ്ഞില്ല, എനിക്കവളെ കളയാൻ കഴിഞ്ഞില്ല റസൂലേ. ഞാൻ അവളെ വീട്ടിന്റെ ഉള്ളിൽ വളർത്തിയെടുത്തു റസൂലേ.
എന്റെ ആ പിഞ്ചോമനയെ, എന്റെ ഉമ്മയുടെ അതേ മുഖമുള്ള ആ പിഞ്ചോമനയെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നു റസൂലെ. മറ്റാരും അറിയാതെ, ആരോരും അറിയാതെ എന്റെ വീടിന്റെ ഉള്ളിൽ ഞാൻ വളർത്തിക്കൊണ്ടുവന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവൾ ഓടാനും ചാടാനും തുടങ്ങിയപ്പോ, പുറത്തേക്ക് ഇറങ്ങി നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവൾ ആളുകൾ കാണാൻ തുടങ്ങിയപ്പോൾ ആളുകൾ അവളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഇതാരുടെ കുഞ്ഞാണ്? നമ്മൾ ഇതുവരെ കാണാത്തൊരു പെൺകുഞ്ഞ് ഇവിടെ ജീവിക്കുന്നു, ആരുടെ പെൺകുഞ്ഞാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അറിയുന്നത് എന്റെ കുഞ്ഞാണ് എന്ന്. നാട്ടിലെ പ്രമുഖരായ, എന്റെ തറവാട്ടിലെ പ്രമുഖരായ ആളുകളൊക്കെ എന്നോട് വന്ന് പറഞ്ഞു, ഉമറെ, നിങ്ങൾ ഈ ഗോത്രത്തിലെ പ്രമുഖനായ ഒരാളാണ്, നിങ്ങൾ ഇങ്ങനെയുള്ള കടുംകൈ ചെയ്യരുത്, ഇത് നമ്മുടെ ഗോത്രത്തിനും മോശമാണ്, നിങ്ങൾക്ക് അപമാനമാണ് എന്നൊക്കെ അവരെന്നോട് പറഞ്ഞപ്പോ, ഗോത്രമഹിമ കൊണ്ട് തളച്ചുമറിഞ്ഞ എന്റെ മനസ്സ്, കുലപ്പെരുമ കൊണ്ട് തളച്ചുമറിഞ്ഞ എന്റെ മനസ്സ് ആ പെൺകുഞ്ഞിനെ കുഴിച്ചുമൂടാൻ തീരുമാനിച്ചു റസൂലേ. ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിലൂടെ അതിവിജനമായ വിദൂരമായ ദേശത്തിലേക്ക് നടന്നുപോയി റസൂലെ. അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് നടന്നു പോകുമ്പോൾ ഞാൻ ആ കുഞ്ഞിന് തുരുതുരാ ഉമ്മകൾ കൊടുത്തു റസൂലെ. അപ്പോഴും എന്റെ കുഞ്ഞെന്നോട് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് ഉപ്പ നമ്മൾ പോകുന്നത്? എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല റസൂലെ. എന്റെ കണ്ണ് നിറഞ്ഞിരുന്നു റസൂലെ. അതിവിദൂരമായ സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം ഞാൻ എന്റെ കുഞ്ഞിനെ അവിടെ ഇരുത്തി റസൂലെ. അതിനുശേഷം ഞാനൊരു കുഴി വെട്ടി റസൂലെ. ആ കുഴി വെട്ടിയപ്പോഴും എന്റെ പൊന്നു മോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഉപ്പ നമ്മൾക്ക് ഈ കുഴി എന്ന്. എന്റെ മുഖം വിയർത്ത് തുടിക്കുമ്പോൾ എന്റെ കുഞ്ഞ് വന്നിട്ട് ആ വിയർപ്പ് തുടച്ചു തന്നു റസൂലെ. മണ്ണ് എന്റെ മുഖത്തും ശരീരത്തിലായപ്പോൾ എന്റെ കുഞ്ഞ് വന്നിട്ട് ആ മണ്ണ് തട്ടിക്കളഞ്ഞു തന്നു റസൂലെ. അപ്പോഴും എന്റെ തീരുമാനം മാറിയില്ല റസൂലെ. കുലപ്പെരുമ കൊണ്ട്, ഗോത്രമഹിമ കൊണ്ട്, വംശീയ വെറി കൊണ്ട് എന്റെ മനസ്സ് നീറിയിരുന്നു റസൂലെ. എന്നെക്കുറിച്ചും എന്റെ കുടുംബത്തെക്കുറിച്ചും തറവാടിനെ കുറിച്ചുമുള്ള അഭിമാനം കൊണ്ട് നിറഞ്ഞു പൊന്തിയ എന്റെ മനസ്സ്, മക്കയിലുള്ള എന്റെ ആ അഭിമാനവും എന്റെ യശസ്സും ഉയർന്നു തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച എന്റെ മനസ്സ് ആ കുഞ്ഞിനെ കുഴിയിലേക്ക് തള്ളിയിട്ടു റസൂലെ. അപ്പോഴും എന്റെ കുഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് കരയുന്നുണ്ട് റസൂലെ. ആ വായിലേക്ക് ഞാൻ മണ്ണിട്ടു റസൂലെ. മണ്ണ് മൂടി കരയുന്ന കുഞ്ഞിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിട്ട് ഞാൻ തിരിച്ചു പോന്നു റസൂലെ. ആ ഉമറാണ് റസൂലെ, റസൂലിന്റെ മുന്നിൽ നിൽക്കുന്നത്. റസൂലിന് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു ഉമർ തല കുനിച്ചു നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താടിക്ക് പിടിച്ചിട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു, ഉമർ, നിങ്ങളുടെ ഷഹാദത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലുള്ള സർവ്വ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടില്ല ഉമറെ, പിന്നെന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ച് ആ ചോദ്യം ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണും നിറഞ്ഞിരുന്നു. ഇതായിരുന്നു ഉമർ. വിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ ആഴത്തിലൊരു മനസ്സിനെ സ്വാധീനിക്കുകയാണ്. അത് എനിക്കുള്ള വാക്കുകളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ടായ മാറ്റമാണ് ആ സംഭവം. മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത ഖുർആനാണ് ഉമറിനെ മാറ്റിയത്. ആദ്യമായി കേട്ട വിശുദ്ധ ഖുർആൻ, മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത വിശുദ്ധ ഖുർആൻ ഉമറിനെ മാറ്റി. കേട്ടുകൊണ്ടേയിരിക്കുന്ന നമ്മെ എത്രമാത്രമാണ് നമ്മുടെ ജീവിത ശൈലികളിലും നമ്മുടെ ജീവിത സ്വഭാവങ്ങളിലും നമ്മുടെ സംസ്കാര രൂപീകരണങ്ങളിലും ഖുർആൻ ഇടപെടുന്നത് എന്ന് പരിശോധിക്കുവാനുള്ള ഒരു വേളയാണത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.